യെസ് സിസ്റ്റർ സിസ്റ്റർ ഈ രോഹിണി എന്ന് പേരുള്ള പേഷ്യന്റ് ആ കുട്ടിയെ ഒബ്സർവേഷനിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. അവൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? പേഷ്യന്റിന്റെ അത് പിന്നെ ഞാൻ ഞാൻ പരിചയക്കാരനാ. മറ്റൊന്നുമല്ല, കുട്ടിയുടെ റിലേറ്റീവ്സ് ആരും ഇതുവരെ വന്നിട്ടില്ല. ബില്ല് സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തോളാം. അത് ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. എവിടെ ഈ ഒബ്സർവേഷൻ റൂം? ഇതിലേ പോയാൽ മതി. വലതുവശത്തെ രണ്ടാമത്തെ റൂം. ആ ശരി. രോഹിണി രോഹിണി രോഹിണി, ഐ എം സോറി. എന്നോട് ക്ഷമിക്കണം. കരയരുത് പ്ലീസ്. നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നീ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു പോക്കായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അപ്പോഴത്തെ ആ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയെന്ന് വെച്ച് ഞാൻ നിന്നെ നമ്മുടെ കുഞ്ഞിനെ എന്നേക്കുമായി കൈവിടുമെന്ന് നീ വിചാരിച്ചോ? എന്ത് കഷ്ടമാണ് രോഹിണി, നിനക്കെന്നെ മനസ്സിലാവാത്തത്. നോക്ക, ഇങ്ങനെ കരയില്ലേ നീ? നോക്ക്, എനിക്ക് എന്റെ സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കാൻ ഈ ലോകത്ത് നീ മാത്രമല്ലേ ഉള്ളൂ. എന്റെ വീട്ടുകാർക്ക് അത് താങ്ങാനാവില്ല. അതുകൊണ്ടാണ് എല്ലാം കൂടി നിന്റെ നേരെ കാണിച്ചത്. എന്നെ മനസ്സിലാക്കുന്ന നിനക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ വിനേട്ടനോടുള്ള ഇഷ്ടം കൂടുതലുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. വേറെ ഇഷ്ടം മാത്രമല്ല, വിനേട്ടൻ എനിക്ക് നല്ല കെയറും തരുന്നുണ്ടെന്ന് അലക്സിയായിട്ട് വഴക്കിട്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്നെ വിവാഹം ചെയ്ത് പക്ഷെ ടെക്സ്റ്റൈൽസ് വിനേട്ടന് നഷ്ടപ്പെടും. വിസ്മയുടെയും വീണയുടെയും പഠനം മുടങ്ങും. മൂത്താളുടെ വിവാഹം നടക്കില്ല. അങ്ങനെ ഞാൻ കാരണം 5-6 പേരുടെ ജീവിതം വഴിയാധാരാവുമെന്ന് തോന്നിയപ്പോ എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് നല്ലതെന്ന് തീരുമാനിച്ചു. രോഹിണി, പക്ഷെ മരണത്തിലും ഞാൻ തോറ്റുപോയി വിനയേട്ട. ഞാൻ തോറ്റുപോയി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.